അസ്സലാമു. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്കൂൾ തുറക്കണ ദിവസമാണ് കേട്ടോ. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സാണ്. പറയുമ്പോൾ തന്നെ വാക്കുകളൊക്കെ ഇടറിടും. നമുക്കിന്ന് ഏതാ പുതിയ കൂട്ടുകാരെ കിട്ടുകയെന്നോ, പുതിയ ക്ലാസ്സിൽ ഏത് ടീച്ചറാണ് വരികയെന്നോ, ഫസ്റ്റ് ബെഞ്ചാണോ ലാസ്റ്റ് ബെഞ്ചാണോ നമുക്ക് കിട്ടുകയെന്നോ, നമ്മളൊപ്പം പഠിച്ചവർ തന്നെ നമ്മളെ അടുത്ത് കിട്ടുമെന്നോ ഒക്കെയുള്ള ആകാംക്ഷയുള്ള ദിവസമാണ് ഇന്ന് സ്കൂൾ തുറക്കണ ദിവസമാണ്. അതിൻ്റെ ആ ഒരു സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ. കുട്ടികളൊക്കെ എന്ത് സന്തോഷത്തിലാണ് നോക്കി. ഇവിടെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഇന്ന് ഇത് കാണാനായിട്ട് വന്നതാണ്. ഇവിടെ തന്നെ കാറൊക്കെ നിർത്തിയിട്ട് ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ തറവാട്. ഇതാണ് എൻ്റെ സ്കൂള്. മാഷാ അല്ലാ, എന്ത് തലയെടുപ്പോടെ നിൽക്കുന്നത് സ്കൂള്. ഞാനും മനും അനിയത്തിയും കൂടെ വണ്ടി ഇറങ്ങിയിട്ട് അവർ മുന്നിൽ പോകുന്നുണ്ട്. മനും അനിയത്തി കണ്ട കുട്ടികളൊക്കെ ടാറ്റ കാണിച്ചിരുന്നു. അങ്ങനെ ഇതാണ് തറവാട്. വാപ്പ അറ്റാക്ക് കഴിഞ്ഞുകൊണ്ട് ഇവിടെ കുട്ടികൾക്ക് ചെറിയൊരു മുട്ടായി കട ഇട്ടിക്കാണ്. മനും ഇത് വലിയ ആങ്ങളുടെ കുട്ടിയാണിത്, രണ്ടാമത്തെ കുട്ടി. ഇതിൻ്റെ മനു. ഇത് ഇളയ ആങ്ങളുടെ കുട്ടി ഇന്ന് സ്കൂൾ പോവുകയാണ്. ആദ്യമായിട്ട് പോവുകയാണ് പ്ലേ ക്ലാസ് ചേരാൻ. എത്ര സന്തോഷത്തിലാണ് പോണേന്നറിയോ. മൂത്ത ആങ്ങളുടെ കുട്ടിയാണ് അവനെ കൊണ്ടാക്കണത് കേട്ടോ. അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇളയ ആങ്ങൾക്ക് 3 ആൺകുട്ടികളാണ് കേട്ടോ. മൂത്ത ആൾ ഇപ്രാവശ്യം 5ാം ക്ലാസ്സിലാണ്. ഇത് രണ്ടാമത്തോനും മൂന്നാമത്തോനും അച്ചും ഇച്ചും മിച്ചും. അതിലിപ്പോൾ മിച്ചുമാണ് ആ പ്ലേ സ്കൂളിൽ പോണത്. അപ്പോൾ അവന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇച്ചുവാണ് ആശ്വസിപ്പിക്കുന്നത് മിച്ചുവിനെ. ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നേരെ നല്ല കുട്ടിയായിട്ട് ഇരിക്കൊണ്ടുവെന്നും വികൃതിയൊന്നും കാട്ടല്ലേന്നും ടീച്ചറോടൊക്കെ സംസാരിക്കണമെന്നും ഒക്കെ പറയുന്നുണ്ട്. ബാഗിൽ ബിസ്ക്കറ്റ് ഉണ്ട്, അതൊക്കെ കഴിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ആരെയോ പ്രതീക്ഷിച്ച് കാത്ത് നിൽക്കാൻ തോന്നി മിച്ചു. അതാ ഇവൻ വന്നുട്ടോ. ഇവൻ വന്ന് ആങ്ങളെയും ഇവൻ്റെ വാക്ക് കേൾക്കാനായിട്ട് ഓരോന്ന് പറയും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതിൻ്റെ മാനുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറ്റും, മാനു കൊണ്ടുപോകും കുട്ടീനെന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ച് നിർത്തിക്കുകയാണ് കേട്ടോ. ഇവൻ വില്ലാളി വീരനാണ് വീട്ടിലത്തെ. ഇളയ ആങ്ങളുടെ ഇളയ മോനാണ്. ഇതാണ് ഞങ്ങളുടെ മിച്ചു. മാഷാ അല്ലാ, കുറച്ചൊന്നുമല്ല കുറുമ്പ് ഇവൻ്റെ കയ്യിൽ. ഒന്നും ഭക്ഷണം കഴിക്കൂല. ഇവനെ അന്നങ്ങോട്ട് നിർത്തിയതാണ് പ്ലേ സ്കൂള്. മനുവിനെ വെയിറ്റ് ചെയ്ത് വേറെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു കേട്ടോ ആള്. എന്ത് മനു നെല്ലിപ്പുഴ കഴിഞ്ഞു. കുട്ടി വേഗം ഷൂസ് ഇട് പോവാന്. ചളി കാലിലാവൂലേ ഷൂട്ടില്ലെങ്കിൽ? ആറിനൊന്ന് വരും എടുത്തിട്ടോ. പക്ഷെ എവിടെയെങ്കിലും പോയാലും മനു ഇറക്കിയിട്ട് നടക്കുക പറഞ്ഞാലോ കുട്ടിയുടെ കാലിൽ ചളിയാവൂലേ? ചളിയാവൂലേ? എടാ എന്താ കുട്ടി വാങ്ങുക? എന്താ വാങ്ങുക? പൊഴിക്കോ? പൊഴിക്ക് എന്തിനാണേ? അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ. ഇവനെ ചൂണ്ടിടാൻ മനുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ.